ക്വിസ് പ്രോഗ്രാമിന്റെ ശനിയാഴ്ചത്തെ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇന്ത്യൻ സമയം 4:30 ആണ് അതിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. താരതമ്യേന ആലസ്യമുള്ള ഒരു സമയമാണ് ഈ ഉച്ചസമയം. ഈ ഉച്ചമയക്കത്തിൽ മയങ്ങാതിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹമുള്ളവരെ, ബ്ലൂ, ഗ്രീൻ എന്നീ 2 കളറുകളിലാണ് മത്സരിക്കുന്നത്. ബ്ലൂ കളറിൽ മത്സരിക്കുന്നവർ ബ്ലൂ കളറാക്കിക്കൊണ്ട് അവരുടെ ടെക്സ്റ്റുകൾ മാറ്റണം. ഗ്രീൻ കളറിൽ മത്സരിക്കുന്നവർ അവരുടെ ടെക്സ്റ്റുകൾ ഗ്രീൻ കളറിലാക്കിക്കൊണ്ട് മാറ്റണമെന്നുള്ള അഭ്യർത്ഥന നടത്തുകയാണ്. ബ്ലാക്ക് കളറിലോ മറ്റേതെങ്കിലും കളറുകളിലോ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്താലും ശരിയായ ഉത്തരങ്ങളാണെങ്കിൽ പോലും പോയിന്റ് ലഭിക്കാൻ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ചോദ്യം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാനിടത്തിൽ മസ്നവി അവർകള് അവിടെ ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. താങ്കളെ ഒരു വിഷ്വൽ ക്വസ്റ്റ്യനുമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു വിഷ്വൽ ക്വസ്റ്റ്യൻ ഇന്ന് താങ്കളുടെ വകയായിക്കൊണ്ട് ഒരു ഗസ്റ്റ് റോളിൽ ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി ആരംഭിക്കാം. അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ നടത്തിൽ എന്ന ഐഡിയിലുള്ള ബഹുമാനപ്പെട്ട മസ്നവി സാഹിബ് റൈസ് ഹാൻഡ് ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പതിവ് പോലെ തന്നെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യമായി ചോദിക്കുന്നത്. ഖുർആനിലെ മധ്യത്തിലുള്ള ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. ഹർഫ് അടിസ്ഥാനത്തിൽ ഖുർആന്റെ മധ്യത്തിലുള്ള ആയത്ത് ഉൾപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആണ് പ്രതീക്ഷിക്കുന്നത്. ദുൽദുൽ എന്ന ഐഡിയിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. അമീർ ഇരിങ്ങല്ലൂർ, അഷ്റഫ് കണ്ണൂർ, ജായിദ് തുടങ്ങി നിരവധി ഐഡികളിൽ നിന്ന് ഉത്തരങ്ങൾ വരുന്നുണ്ട്. കഹഫ് എന്നുള്ള ജായിദ് എന്നുള്ള ഐഡിയിൽ നിന്നുള്ള ഉത്തരം ബ്ലാക്കിലായതുകൊണ്ട് തന്നെ അത് പരിഗണിക്കാൻ പ്രയാസമുണ്ട്. സുബൈർ ഹുദ എന്നുള്ള ഐഡിയിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. ട്രൂ പാർട്ട് അഷ്റഫ് ML എന്നീ പല ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ആരാണ് ആദ്യമായി ടൈപ്പ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തിട്ടുള്ളത് അൽ കഹഫ് എന്നുള്ള സ്വരത്താണ്. എന്നുള്ള ആ വാക്ക് ആണ് ശരിയായ രീതിയിൽ മധ്യത്തിലായി വന്നിട്ടുള്ളത്. എന്നാൽ അത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ആണ് ഞാൻ ചോദിച്ചത്. അത് അൽ കഹഫ് ആണ്. ദുൽദുൽ ആണ് ഗ്രീനിന് വേണ്ടി ആ പോയിന്റ് ആദ്യമായി നേടുന്നത്. ആദ്യത്തെ പോയിന്റ് ഇന്ന് നേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഗ്രീൻ പോയിന്റ് 1 നേടുകയാണ്. ശരിയായ ഉത്തരം അൽ കഹഫ് എന്നുള്ളതാണ്. റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ എല്ലാം ഒരുപാട് പലപ്പോഴും ഉത്തരങ്ങൾ ഞാൻ പറയാൻ മറന്നു പോകുന്നു. ഇതിൽ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാലും ആളെ പറയും, ഉത്തരം പറയുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി പറയുകയാണ് അൽ കഹഫ് എന്നുള്ളതാണ് മധ്യത്തിലുള്ള സൂറത്ത്. അത് അൽ കഹഫ് ആണ്. ശരിയായ ഉത്തരം ഗ്രീനിന് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര വർഷം സമസ്തയുടെ പ്രസിഡന്റായിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അമീർ ഇരിങ്ങല്ലൂർ ഗ്രീനിന് വേണ്ടി 26 എന്ന് പറയുന്നുണ്ട്. റൈസ് MP 26 എന്ന്. അഷ്റഫ് കണ്ണൂർ, മുഹമ്മദ് അഫ്സല്, സുബൈർ ഹുദ, ദുൽഹുദുൽ ജായിദ്, അൽ ഖുലൂദ് തുടങ്ങി പലരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം ഏതാണ് എന്ന് നോക്കുമ്പോൾ ശരിയായ ഉത്തരം ഇനിയും അടിക്കാൻ സമയമുണ്ട്. ശരിയായ ഉത്തരം ഇനിയും ടൈപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഏതാണ്, എത്ര വർഷം ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ശരിയായ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അഷ്റഫ് ML ടൈപ്പ് ചെയ്ത 27 ശേഷം അതിനേക്കാൾ മുമ്പ് ടൈപ്പ് ചെയ്ത അൽ ഖുലൂദ് 25 എന്ന് എഴുതിയത് ശരിയായ ഉത്തരമാണ് എന്ന് പറയാനിരിക്കുന്നു. പക്ഷേ തെറ്റായതുകൊണ്ട് തന്നെ അമീർ ഇരിങ്ങല്ലൂർ എഴുതിയ 26 പോയിന്റ് കൊടുക്കുകയാണ്. 26 വർഷമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. പോയിന്റ് വീണ്ടും ഗ്രീനിന് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് നേടുകയാണ്. റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. 26 വർഷമാണ് കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് പദം അലങ്കരിച്ചത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സന്തോഷപൂരിതമാക്കുകയും അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അത് പോയിന്റ് നേടിയ വ്യക്തിയെ നമുക്ക് ഇതിന്റെ അവസാനത്തിൽ പ്രഖ്യാപിക്കാം. അടുത്ത ചോദ്യം ഇതാണ്: അബു ഹഫ്സ് എന്ന് ഓമന പേരുള്ള ഖലീഫ ആരാണ് എന്നുള്ളതാണ്. അബു ഹഫ്സ് എന്ന് ഓമന പേരുള്ള ഖലീഫ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് അബു ഹഫ്സ്? അബൂബക്കർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അഷ്റഫ് എം എൽ ഉമർ എന്ന്, അൽ ബത്തൂല ഉമർ എന്ന്, അമീറുൽ ഉമർ എന്ന്, ദുൽദുൽ ഉമർ എന്ന്, അഹമ്മദ് ഏജി ഉമർ എന്ന്, അൽ ഖുലൂദ് ഉമർ എന്ന് പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ആരാണ് അബു ഹഫ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഖലീഫ എന്നുള്ളതാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നുള്ള ഉത്തരം മുഹമ്മദ് അഫ്സൽ കാളമ്പാടി എഴുതിയിട്ടുണ്ട്. വളരെ ശരിയായ ഉത്തരമാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ തെറ്റായ ഉത്തരമാണ്. അഷ്റഫ് എം എൽ ആണ് പോയിന്റ് നേടുന്നത്. ഉമർ എന്ന് എഴുതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ബ്ലൂവിന് നേടുകയാണ്. ഒരു പോയിന്റ് നേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബ്ലൂ ഇതാ തൊട്ടു പിറകെയുണ്ട്. 2 പോയിന്റുകളുമായിട്ട് ഗ്രീൻ മുന്നിൽ നിൽക്കുകയാണ്. 1-2 എന്ന നിലയിലാണ് ഇപ്പോൾ പോയിന്റ് നില കൊള്ളുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ റോമക്കാർക്ക് അവസാനമായി നഷ്ടപ്പെട്ട സങ്കേതം ഏത് എന്നുള്ളതാണ് ചോദ്യം. മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ റോമക്കാർക്ക് അവസാനമായി നഷ്ടപ്പെട്ട അവരുടെ സങ്കേതം ഏത്, അവരുടെ ശക്തി കേന്ദ്രം ഏത് എന്നുള്ളതാണ്. ബഹ്റൈൻ എന്ന് അഷ്റഫ് എം എൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തില് റോമക്കാർക്ക് അവസാനമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ സങ്കേതം ഏത്, അവരുടെ ശക്തി കേന്ദ്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് അത് മുസ്ലിങ്ങളുടെ കൈവശമാണ് എന്ന് തോന്നുന്നില്ല. ശരിയായ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. സ്പെയിൻ എന്നുള്ള അഷറഫ് കണ്ണൂരിന്റെ ഉത്തരം ശരിയായിട്ടില്ല, കുറച്ചുകൂടെ ശരിയാക്കാനുണ്ട്. ഏതാണ് റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തില്, മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ റോമക്കാർക്ക് അവസാനമായി നഷ്ടപ്പെട്ട സങ്കേതം? ഇന്ന് മാസ്റ്റർക്ക് 0 എന്നുള്ളത് 1 ആയി തീരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ദുൽദുലിന്റെ ഉത്തരം വളരെ ശരിയാണ് എന്ന് പറയാൻ പ്രയാസമുണ്ട്, കാരണം തെറ്റായിട്ടുണ്ട്. ശരിയായ ഉത്തരം വന്നിട്ടുള്ള ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൗണ്ട് ഡൗൺ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇറ്റലി എന്ന് പറയുന്നുണ്ട്. അത് ഒരു മുസ്ലിം രാഷ്ട്രമല്ല ഇപ്പോൾ. ബോസ്നിയ എന്ന് പറയുന്നുണ്ട്. അസർബൈജാൻ എന്ന് പല ഉത്തരം വരുന്നുണ്ട്. സൈപ്രസ് എന്ന്, സൗദി അറേബ്യ എന്നും, പലസ്തീൻ എന്നൊക്കെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്. റഷ്യ എന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാ ഉത്തരവുമായി കൊണ്ട് ബ്ലൂവിന്റെ പടക്കവിടയാളികൾ ഇതാ വീണ്ടും പോയിന്റ് നേടുകയാണ്. 2-2 എന്ന നിലയിലേക്ക് എത്തുകയാണ്. മുഹമ്മദ് അഫ്സൽ കളമ്പാടി അലക്സാൻഡ്രിയ എന്നുള്ള ഉത്തരത്തിലുള്ള പോയിന്റ് നേടുകയാണ്. അങ്ങനെ 2-2 എന്നുള്ള ബലാബലത്തിലാണ്, ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ മത്സരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചോദ്യം വളരെ നിർണായകമാണ്. ഈ 2 കാലുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആരാണ് ആദ്യത്തെ കാൽപാദം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: മഞ്ഞക്കടലിൽ നീലക്കല്ലെറിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളതാണ്. മഞ്ഞക്കടലിൽ നീലക്കല്ലെറിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളതാണ് എന്റെ ചോദ്യം. മഞ്ഞക്കടലിൽ നീലക്കല്ലെറിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പച്ചയാകുമെന്നുള്ള ദുൽദുലിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. കൊല്ലം എന്ന് പറയുന്നുണ്ട്. ഓളം ഉണ്ടാകുമെന്ന് മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. സാലിഹ് ഒറ്റപ്പാലം നനയുമെന്ന് പറയുന്നുണ്ട്. ഓളം എന്നാൽ ഹുലൂദ് പറയുന്നുണ്ട്. അഷ്റഫ് എം എൽ താഴെ പോകുമെന്ന് പറയുന്നത്. ശരിയായ ഉത്തരങ്ങളും അല്ലാത്ത ഉത്തരങ്ങളും വരികയാണ്. എന്നാൽ ശരിയായ ഉത്തരം ഗ്രീൻ ആകുമെന്ന് സായിദ് അടിച്ചത് ശരിയായ ഉത്തരമല്ല. ഏതായാലും ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തിട്ട് താഴ്ന്നു പോകുമെന്നുള്ള മലപ്പുറം കിങ്ങിന്റെയും അഷ്റഫ് എം എല്ലിന്റെയും ഉത്തരം. അങ്ങനെ അതിശക്തമായ ഒരു പാസിംഗിലൂടെ വളരെ സമർത്ഥമായിക്കൊണ്ട് മലപ്പുറം കിങ് അത് ഒരു ഗോളാക്കി മാറ്റിയപ്പോൾ ബഹുമാനപ്പെട്ട ബ്ലൂവിന് 3ാമത്തെ പോയിന്റ് താഴ്ന്നു പോകും. വേറൊന്നും സംഭവിക്കാനില്ല. നീലക്കല്ലെറിഞ്ഞാലും മഞ്ഞക്കല്ലെറിഞ്ഞാലും ഒക്കെ വെള്ള കടലിലെറിഞ്ഞാലും അത് താഴ്ന്നു പോവുക മാത്രമാണ് സംഭവിക്കുന്നത്. ഏതായാലും ബ്ലൂ ഇപ്പോൾ 3 പോയിന്റുകളായിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബ്ലൂ മുന്നിട്ട് നിൽക്കുകയാണ്. ഇവിടെ
ഗ്രീനിന്റെ ആരാധകർ ഇവിടെ ചുറ്റും ഇരുന്നുകൊണ്ട് എരിവലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. ബ്ലൂ കാർ ശക്തരാണ്. ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് എഴുതാതെ ബാക്കി വെച്ച 2 ആയത്തുകൾ പിന്നീടാണ് എഴുതി ചേർത്തത്. ഏത് സൂറത്തിലേതാണ് എന്നുള്ളതാണ്. ഖുർആൻ ക്രോഡീകരണ സമയത്ത് എഴുതാതെ മാറ്റിവെച്ച 2 ആയത്തുകൾ ഏത് സൂറത്തിലേതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അഹമ്മദ് അലി തൗബ എന്ന് പറയുന്ന, അഷ്റഫ് എം എൽ തൗബ എന്ന്, ദുൽദുൽ അമീർ ഇരിങ്ങല്ലൂര്, അഷ്റഫ് കണ്ണൂര്, സുബൈർ ഹുദ, സാലിഹ് ഒറ്റപ്പാലം, ഷെരീഫ് പക്കട, സായിദ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് വേറെ ആരുമല്ല, ബഹുമാനപ്പെട്ട അഹമ്മദ് ഏജിയാണ്. അഷ്റഫ് എം എല്ലിന്റെ അതിശക്തമായ ഒരു ഷൂട്ടിനെ തടുത്തെറിഞ്ഞുകൊണ്ട് അത് അഹമ്മദ് ഏജി നല്ല ഒരു ദീർഘമായ ഒരു പാസിംഗ്, അത് ദുൽദുലിന്റെയും അഹമ്മദ് ഏജിയുടെയും ശക്തമായ സാന്നിധ്യം കൊണ്ട് ഗ്രീനിന് വേണ്ടി 3ാമത്തെ പോയിന്റ് നേടുകയാണ്. ഗ്രീൻ ഇപ്പോൾ ശരിയായ ഉത്തരത്തിലൂടെ തൗബ എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് നേടുകയാണ്. 3 പോയിന്റുകൾ ഇരു ടീമുകൾക്കും ഇപ്പോൾ ആയിട്ടുണ്ട്. റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ആ ഖുർആൻ ക്രോഡീകരണ സമയത്ത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 2 ആയത്തുകളാണ് അത് എഴുതാതെ മാറ്റിവെച്ചത്, പിന്നീട് എഴുതി ചേർത്തത്. അത് തൗബ സൂറത്തിലേതാണ് എന്നുള്ള ഉത്തരമാണ്. ശരിയായ ഉത്തരം പോയിന്റ് ലഭിച്ചിട്ടുള്ളത് ഗ്രീനിനാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്. ഓക്കെ, ഈ ചോദ്യം അതിന്റെ ഉപചോദ്യമാണ്. എന്നാൽ ഈ 2 ആയത്തുകൾ രേഖപ്പെടുത്തിയത് ഒരേ ഒരു വ്യക്തിയായിരുന്നു, ഒരു സഹാബി മാത്രം. ആരായിരുന്നു അത് രേഖപ്പെടുത്തി വെച്ചിരുന്ന സഹാബി? അതുകൊണ്ടാണ് അത് അവസാനത്തേക്ക് മാറാൻ കാരണം. ഒരൊറ്റ വ്യക്തി മാത്രമാണ് ആ 2 ആയത്തുകൾ ഓർമ്മയിലുണ്ടായിരുന്ന വ്യക്തി. ആരായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ്. സെയ്ദ് ബിൻ സാബിത്ത് ആയിരുന്നു അന്ന് എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി. പക്ഷെ അതല്ല. ഈ 2 ആയത്തുകൾ പലവരിൽ നിന്നും ശേഖരിച്ചുകൊണ്ടാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. എന്നാൽ ഈ 2 ആയത്തുകൾ ഓർമ്മയുണ്ടായിരുന്ന ഒരു ഒറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. മാസ്റ്റർക്ക് പോയിന്റ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുകയാണ്. ആരായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇബ്നു അബ്ബാസ് എന്നുള്ള അഷ്റഫ് എം എല്ലിന്റെ ഉത്തരം പകുതി ശരിയാണ്. ഇബ്നു അതിലുണ്ട്, പക്ഷെ അബ്ബാസ് അല്ല. ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്നുള്ള ഷരീഫ് പക്കാടയുടെ ഉത്തരം വളരെ തെറ്റാണ്. ശരിയായ ഉത്തരം ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞാൽ ബത്തൂല ശരിയല്ല, വളരെ ശരിയല്ലാത്ത ഉത്തരമാണ്. ശരിയായ ഉത്തരം പകുതി ശരിയാണ്. അതിലൊക്കെ ഇബ്നു ഉമർ എന്നുണ്ട്, അതൊന്നുമല്ല. ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു വ്യക്തിയല്ല, എന്നാലും ഒരുപാട് പറയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇബ്നു ഖൈസ്. എന്താണ് ഖൈസർ? ഇബ്നു ഖൈസർ എന്ന് പറയുന്നുണ്ട്, അബ്ദുല്ല ഹുസൈൻ എന്ന് പറയുന്നുണ്ട്, ജാഫർ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ഇബ്നു കഴിഞ്ഞിട്ട് പിന്നെ ഖാഫാണ് എന്നുള്ള ഒരു ക്ലൂ തരികയാണ്. വീണ്ടും ടൈപ്പ് ചെയ്യാൻ എല്ലാവർക്കും അവസരം ഇതാ വരികയാണ്. ഏതാണ്? ഇബ്നു കഴിഞ്ഞിട്ട് ഖാഫാണ്. ഇബ്നു അബി വക്കാസ് എന്ന് പറയുന്നത് കസീർ എന്ന് പറയുന്ന അല്ല, ഖാഫാണ്. കാഫല്ല, കേഫല്ല. ആരാണ്? കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10. ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, ശരിയായ ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇബ്നു ഖുസൈമ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇബ്നു ഖുസൈമ എന്നുള്ളതാണ്. ഇബ്നു ഖുസൈമ. അതുകൊണ്ട് തന്നെ പോയിന്റ് മാസ്റ്റർക്ക് ലഭിക്കുകയാണ്. ആ പോയിന്റ് ഇപ്പോൾ 1-3-1 എന്ന നിലയിലാണ്. ഇപ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യം വളരെ നിർണായകമാണ്. അടുത്തതായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ എടത്തിൽ സാഹിബ് ഒരു ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിക്കുകയും ആ ഓഡിയോ ആരുടേതാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും വേണം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു. ചോദ്യം ഇതാണ്. ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം ശ്രദ്ധിച്ചു കേൾക്കണം. ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം സമസ്തയുടെ മുഫത്തിശീങ്ങളുടെ സംഘടനയായ ഒരു കൂട്ടായ്മയായ ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം ചേരുന്നത് പ്രത്യേക രീതിയിലാണ്. അത് തുടങ്ങുന്നത് ഒരു പ്രത്യേക കാര്യം ചൊല്ലിക്കൊണ്ടാണ്. എന്ത് ചൊല്ലിക്കൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്ത് ചൊല്ലിക്കൊണ്ടാണ് ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം സാധാരണ തുടങ്ങാറ് എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തുടങ്ങും. എന്നാൽ ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം തുടങ്ങുമ്പോൾ കുറച്ച് ദീർഘമായ ഉപ്പോടെ ഇല്ലാതെ സാലിഹ് ഒറ്റപ്പാലത്തിന്റെ മുഫത്തിശാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ കരുതി ചോദ്യം എഴുതുമ്പോൾ തന്നെ സാലിഹ് അത് ആദ്യം ഉത്തരം ടൈപ്പ് ചെയ്യുന്നു. കാരണം അവർക്ക് അനുഭവമാണല്ലോ. ഏതായാലും സാലിഹിന് ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചാൻസ് കൊടുക്കുകയാണ്.
എന്ത് ചൊല്ലിക്കൊണ്ടാണ് ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗം ആരംഭിക്കാറ് എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ ഫാത്തിഹ സൂറത്ത് എന്ന് സായിദ് പറയുന്നുണ്ട്, ഉസ്മാനിടത്തിൽ ബിസ്മി എന്ന് ഉസ്മാനിടത്തിൽ പറയുന്നുണ്ട്, അല്ല സലാത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വ്യക്തമായി സലാത്ത് എന്നൊരു പകുതി ഉത്തരം ആയിട്ടുണ്ട്. അത് ഫുള്ള് ആരും അടിച്ചില്ല എങ്കിൽ ഞാൻ അത് പോയിന്റ് കൊടുക്കും. ഫുള്ള് ആരെങ്കിലും ടൈപ്പ് ചെയ്യും. മാഷാ അല്ലാഹ് ഫുള്ള് ഇവിടെ വരുന്നുണ്ട്, ഫുള്ള് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യും. നാരിയ സ്വലാത്ത് 4454 എന്ന് അതാണ് ശരിയായ ഉത്തരം. 454 എന്ന് ദുൽദുൽ പറയുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഇവിടെ ദുൽദുൽ അത് ഒരു 4 കുറഞ്ഞതായിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഏതായാലും നാരിയ സ്വലാത്ത് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പോയിന്റ് ഗ്രീനിന് ലഭിക്കുകയാണ്. സ്വലാത്ത് എന്നുള്ള സുബൈർ ഹുദയുടെ ഉത്തരം ശരിയാണ്. നാരിയ സ്വലാത്ത് എന്നുള്ള ഉത്തരമാണ് വളരെ ശരിയായ ഉത്തരം. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ലഭിക്കുന്നത് വീണ്ടും ഗ്രീനാണ്. എന്നാൽ അടുത്ത ഒരു ചോദ്യം ഒരു ഓഡിയോ ചോദ്യമാണ്. 4454 നാരിയ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണത്രേ. അത് ഇന്ന് കിട്ടിയ അറിവാണ് എനിക്ക് അതിന്റെ. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യത്തിന് വേണ്ടി ഉസ്മാൻ ഇടത്തിൽ അവരുടെ റൈസ് ഹാൻഡ് ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഒരു ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം കേൾപ്പിച്ചു തരും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആരുടേതാണ് എന്ന് പറയേണ്ടതുണ്ട്. ഉസ്മാൻ സാഹിബ് താങ്കൾ റെഡി ആയിട്ടുണ്ട് എങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തു തരണം. റെഡി ആയിട്ടില്ല? ഓക്കെ, അദ്ദേഹം DC ആയി പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം ഇതാ വരികയാണ്. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ കുടുംബശ്രീ ആദ്യം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉസ്മാൻ സാഹിബ് ജസ്റ്റ് വെയിറ്റ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക്, കാരണം നിങ്ങൾ DC ഔട്ടായി പോയപ്പോൾ ഞാൻ വേറെ ചോദ്യം ചോദിച്ചു. ഏത് ജില്ലയിലാണ് കുടുംബശ്രീ ആദ്യമായിട്ട് ആരംഭിച്ചത്? മലപ്പുറത്താണ് അക്ഷയ ആരംഭിച്ചത്. എന്നാൽ കുടുംബശ്രീ ആരംഭിച്ചത് അമീർ സാഹിബും അൽസാർ കോൾഡ് സ്റ്റോർ, റയീസ്, സിനാൻ പള്ളിപ്പുറം, അമീർ ഇരിങ്ങല്ലൂർ, അഷ്റഫ് കണ്ണൂർ, ഷെരീഫാക്കാട്, ദുൽദുൽ, സാലി ഒറ്റപ്പാലം, സുബൈർ ഹുദ, അൽ ഹുലൂദ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് വേറെ ആരുമില്ല, ആലപ്പുഴ എന്നുള്ള ഉത്തരത്തിലൂടെ സാലി ഒറ്റപ്പാലം. മാഷാ അല്ലാഹ്, കുടുംബശ്രീ ആദ്യമായി ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ബ്ലൂവിന് വേണ്ടി സാലിഹിന്റെ സംഭാവന. അങ്ങനെ ഒപ്പത്തിനൊപ്പം 4 പോയിന്റുകളുമായി നെഞ്ചിരിപ്പേറ്റിക്കൊണ്ടിതാ മത്സരം മുന്നോട്ട് പോകുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉസ്മാൻ സാഹിബ് ആ ചോദ്യം ചോദിക്കുന്നു. ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഈ ലോകത്തിന് ചെയ്തു കൊടുത്ത, ഉപദേശിച്ചു കൊടുത്ത, കൽപ്പിച്ച് അയച്ച ഇതിന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. ഇതിൽ ഏതേത് വലുപ്പമോ നീട്ടോ കുറവോ വരുത്തുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ദീനാകൂല. അത്രയും വലിയ മഹത്വത്തിൽ അല്ലാഹു നമ്മളെ ഇവിടെ ജീവിപ്പിക്കുന്നു. ഇതിലൂടെ തന്നെ അല്ലാഹു മരിപ്പിക്കുകയും ചെയ്യും. ഉത്തരങ്ങൾ പലരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം ടൈപ്പ് ചെയ്തത് അമീർ ഇരിങ്ങല്ലൂരായിരുന്നു, ആലപ്പി എന്ന്. അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രീനിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5-3 എന്ന നിലയിൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഏതായാലും പാറന്നൂർ ഉസ്താദ് എന്നുള്ള വളരെ വ്യക്തമായ ഉത്തരം എഴുതിക്കൊണ്ട് വീണ്ടും പോയിന്റ് നേടുകയാണ് ബ്ലൂ മർഹൂം പാറന്നൂർ ഉസ്താദ് അഥവാ CP ഇബ്രാഹിം മുസ്ലിയാരുടെ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് ലഭിക്കുന്നത് ബ്ലൂവിനാണ്. ബ്ലൂവിന് ഇപ്പോൾ 4ാമത്തെ പോയിന്റ് ലഭിക്കുകയാണ്. 5-4 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 10 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ 4-5-1 എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഏതാണ് സ്വലാത്തുൽ വുസ്ത എന്നുള്ളതാണ്. സ്വലാത്തുൽ വുസ്ത ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
അഹമ്മദേജി അസർ എന്ന്, അൽബത്തൂല അസർ എന്ന്, മുഹമ്മദ് അഫ്സല് ലുഹർ എന്ന്, ദുൽദുൽ അമീറിൽ ഒരു അസർ എന്ന്, സാലിഹ് ഒറ്റപ്പാലം അസർ എന്നാൽ സ്വലാത്തുൽ വുസ്ത എന്ന് അറിയപ്പെടുന്ന നിസ്കാരം ഇത് ആണ് എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ലുഹർ എന്നുള്ള ജുബൈർ ഹുദായുടെ ഉത്തരം ശരിയല്ല. ശരിയായ ഉത്തരം ആദ്യമായിട്ട് ലഭിച്ചത് അൽബത്തൂലയല്ല എന്ന് മുമ്പുള്ള അഹമ്മദേജിയാണ് ഗ്രീനിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഗ്രീനിന്റെ പോയിന്റ് വർദ്ധിക്കുകയാണ്. അസറാണ് ശരിയായ ഉത്തരം. അസർ ആണ് ശരിയായ ഉത്തരം. അസർ എന്നുള്ള ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ 6 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ഗ്രീൻ മുന്നിട്ട് നിൽക്കുന്നു. 2 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ അതിസമർത്ഥമായ ഒരു മത്സരത്തിലൂടെ ബ്ലൂ തൊട്ടുപിറകെയുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കറിയാം, നിസ്കാരത്തിന് 7 വയസ്സായാൽ കൽപ്പിക്കണം, 10 വയസ്സായാൽ അടിക്കണം. നോമ്പിനും 10 വയസ്സായാൽ അടിക്കണമെന്ന നിയമമുണ്ടോ എന്നുള്ളതാണ്. നിസ്കാരം 7 വയസ്സായാൽ അടിക്കണം, കൽപ്പിക്കണം, 10 വയസ്സായാൽ അടിക്കണം. അങ്ങനെ നോമ്പിന് അങ്ങനെ ഒരു നിബന്ധനയുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് യെസ് എന്ന് ദുൽദുൽ അബ്ദുള്ള തൊട്ടക്കാട് യെസ് എന്ന്, അമീറിങ്ങല്ലൂർ, അൽബത്തൂല, അഹമ്മദേജി, ഹനീഫ്, ഷരീഫ്, ഫക്കട, അസ്രഫ് കണ്ണൂർ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. അങ്ങനെ നോമ്പിനും നിസ്കാരത്തിനും ഒക്കെ ആ നിബന്ധനയുണ്ട്. ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും വളരെ അതിസമർത്ഥമായി വന്ന അബ്ദുള്ള തൊട്ടക്കാടിന് ഒരുപാട് പേരെ തട്ടിമാറ്റിക്കൊണ്ടാണ് അബ്ദുള്ള തൊട്ടക്കാട് എത്തിയത്. പക്ഷേ വളരെ സമർത്ഥമായി കൊണ്ട് തന്നെ ദുൽദുൽ അത് കൈക്കലാക്കി. അങ്ങനെ വീണ്ടും ഒരു ഗോൾ നേടുന്നത് ഗ്രീനാണ്. പോയിന്റ് നേടിയിട്ടുള്ളത് ഇപ്പോൾ ഗ്രീനാണ്. 7ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് അതിശക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബ്ലൂ ക്യാപ്റ്റൻ തൊട്ടക്കാട് എത്തി. ഇനി രക്ഷയില്ല എന്നാണ് പറയുന്നത്. നോക്കാം, ഏത് ക്യാപ്റ്റന്മാർ വന്നാലും തകർക്കാൻ കഴിയാത്ത ശക്തി എന്നാണ് ഇപ്പോൾ ഗ്രീൻകാരുടെ അഹങ്കാരം. അഹങ്കാരം തീർക്കാൻ സാധിക്കുന്നവരുണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നയിച്ച എത്ര യുദ്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നയിച്ച എത്ര യുദ്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അൽബത്തൂല 27 എന്ന്, അബ്ദുള്ള തൊട്ടക്കാട് 2 എന്ന്, ദുൽദുൽ 27, ഷരീഫ് പക്കട, അസ്രഫ് കണ്ണൂർ, അമീർ ഗലൂർ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ക്യാപ്റ്റന്റെ വരവോടുകൂടി ഉണർന്നു കഴിഞ്ഞ ബ്ലൂവിന്റെ പടയാളികൾ ശക്തമായ രീതിയിൽ അൽബത്തൂല 27 എന്ന് എഴുതിയത് ശരിയായ ഉത്തരമാണ്. ബ്ലൂവിന് വേണ്ടി 5ാമത്തെ പോയിന്റ് നേടുകയാണ്. 27 യുദ്ധങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നയിച്ചത് എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. 5ാമത്തെ പോയിന്റ് നേടിക്കഴിഞ്ഞു. 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ശക്തമായ വാർഡ് എണ്ണിയാൽ മാത്രം തന്നെ അറിയാവുന്ന ഭൂരിപക്ഷമേ ഉള്ളൂ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. കൊക്കക്കോള കമ്പനിക്കെതിരെ കേരളത്തിലെ ഒരു ഗ്രാമവാസികൾ ഒന്നടങ്കം സമരം ചെയ്യുകയുണ്ടായി. ഏത് ഗ്രാമത്തിലെ ജനങ്ങളാണ് ഒന്നടങ്കം ഒരു കോള കമ്പനിക്കെതിരെ സമരം ചെയ്തത് എന്നുള്ളതാണ്. അമീർ സാഹിബ് പ്ലാച്ചിമട. ചടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അമീർ സാഹിബിന്റെ ഉത്തരം. റയീസ് MP പ്ലാച്ചിമട, അബ്ദുള്ള തൊട്ടക്കാടും, ദുൽദുലും, അസ്രഫ് കണ്ണൂരും, ഹനീഫും, ഷരീഫും എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം പ്ലാച്ചിമട എന്നുള്ളത് തന്നെയാണ്. ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും ഗ്രീൻ പോയിന്റ് നേടിയപ്പോൾ ബ്ലൂവിന്റെ പ്രതീക്ഷകൾക്ക് മേൽ കരിമിഴൽ വീഴുകയാണ്. 8ാമത്തെ പോയിന്റും ഇതാ ഗ്രീൻ നേടിക്കഴിഞ്ഞു. 8ാമത്തെ പോയിന്റ് നേടിക്കഴിഞ്ഞു. എന്നാൽ അടുത്ത ഏതാനും ചോദ്യങ്ങൾ കൂടി ബാക്കിയിരിക്കുകയാണ്. 25 ചോദ്യങ്ങളാണ് പൂർണ്ണമായും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-8 എന്നുള്ളത് വലിയൊരു വ്യത്യാസമല്ല. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ചെറുപ്പത്തിൽ ഹുക്മ നൽകപ്പെട്ടു എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ്? ചെറുപ്പത്തിൽ ഹുക്മ നൽകപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ഹുക്മ നൽകപ്പെട്ടു എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ദുൽദുൽ യഹ്യ എന്ന് പറയുന്നുണ്ട്. സുലൈമാൻ എന്നുള്ള അൽ ഖുനൂദിന്റെ ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഷരീഫ് പക്കട, അബ്ദുള്ള തൊട്ടക്കാട് പല ഉത്തരങ്ങളും, അഹമ്മദേജി, അൽബത്തൂല, സക്കരിയ എന്ന് പറയുന്നു. ശരിയായ ഉത്തരം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം അൽബത്തൂലേജിയ സക്കരിയാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിയായ ഉത്തരം ദുൽദുലേജിയ യഹ്യയാണ്. യഹ്യ എന്ന ഉത്തരത്തിലൂടെ വീണ്ടും ഗ്രീനിന്റെ വാനോളം ഉയർത്തിക്കൊണ്ട് 9ാമത്തെ പോയിന്റ് നേടിക്കൊടുത്തുകൊണ്ട് ദുൽദുൽ വീണ്ടും ഗ്രീനിനെ ഉയർത്തുകയാണ്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. അടുത്ത ചോദ്യം, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആകാശത്ത് എന്ന് പറയുന്നുണ്ട്, ഇറാഖിലെന്ന്, ആകാശമെന്ന്. എവിടെയാണ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കടലിൽ എന്ന് പറയുന്നുണ്ട്,
നാലാം ആകാശത്ത് എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം സ്വർഗത്തിൽ എന്നുള്ളതാണ്. ശരിയായ ഉത്തരത്തിലുള്ള പോയിന്റ് വീണ്ടും നേടുന്നത് ഗ്രീനിനാണ്. അമീർ സാഹിബിന്റെ അതിശക്തമായ നേരോട്ടം അത് രണ്ടക്കം തികക്കുകയാണ്. 10 എന്നുള്ള പോയിന്റിലേക്ക് 2 അക്കം തികക്കുകയാണ് ഇപ്പോൾ ഗ്രീൻ. അങ്ങനെ 10-5 നിലയിലേക്കാവുകയാണ്. സ്വർഗത്തിലാണ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത്. അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളെ അബൂലഹബിന്റെ മക്കളായ ഉതൈബയും വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉത്ബത്ത് വിവാഹം ചെയ്തിരുന്നത് ആരെയാണ് എന്നുള്ളതാണ്. അത് പിന്നീട് മോചനം നടത്തി. ഉത്ബത്ത് വിവാഹം ചെയ്തിരുന്നത് ആരെയാണ് എന്നുള്ളതാണ്. റുഖിയയെയും ഉമ്മു കുൽസുമിനെയും ആയിരുന്നു വിവാഹം ചെയ്തിരുന്നത്. അതിൽ ഉത്ബത്ത് വിവാഹം ചെയ്തത് ആരെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഉത്ബത്ത് വിവാഹം ചെയ്തത് ആരെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. അതെ, വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ അതിശക്തമായ മുന്നേറ്റവുമായി കൊണ്ട് 6ാമത്തെ പോയിന്റ് നേടുകയാണ് അൽബത്തൂല റുഖിയ എന്നുള്ള ഉത്തരത്തിൽ. റുഖിയ റളിയല്ലാഹു അൻഹയാണ് ഉത്ബത്ത് വിവാഹം ചെയ്തിരുന്നത്. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിലൂടെ ബ്ലൂവിന് വേണ്ടി അൽബത്തൂലയുടെ ഒരു പോയിന്റ് നൽകപ്പെടുകയാണ്. നമുക്കറിയാം, ഒട്ടകത്തെ അറുത്ത് തിന്നാം, ഒട്ടകത്തിന്റെ പാല് കുടിക്കാം എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചിയും മുട്ടയും കഴിക്കാമോ എന്നുള്ളതാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും മാംസവും കഴിക്കാമോ, അത് അനുവദനീയമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ശരിയായ പല ഉത്തരവും അൽബത്തൂലയും അഷ്റഫ് എം.എൽ.ഉം അബ്ദുള്ള തൊട്ടക്കാടും അമീർ സാഹിബും ഹനീഫും ഷെരീഫും സാലിഹു സാദും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. പക്ഷേ ദുൽദുലിന്റെ നോ എന്നുള്ള ഉത്തരമാണ് ഒരു വ്യത്യസ്തമായ ഉത്തരമായി വന്നിട്ടുള്ളത്. അത് തെറ്റും തന്നെയാണ്. അൽബത്തൂല എഴുതിയ യെസ് എന്നുള്ളത് ബ്ലൂവിന് വീണ്ടും പോയിന്റ് നേടുകയാണ്. 7ാമത്തെ പോയിന്റ് ബ്ലൂവിന് വേണ്ടി. 7-10 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 3 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം. ഓക്കെ, പല്ലിയെ നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, പല്ലിയെ കൊന്നാൽ 100 കൂലി കിട്ടുമെന്ന്. ഒറ്റടിക്ക് പല്ലിയെ കൊന്നാൽ 100 കൂലി കിട്ടും. ഇത് ശരിയാണോ? പല്ലിയെ കൊന്നാൽ 100 കൂലി കിട്ടും ഒറ്റയടിക്ക് കൊന്നാൽ എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. യെസ് എന്ന് അൽബത്തൂല, യെസ് എന്ന് അബ്ദുള്ള തൊട്ടക്കാട്, മുഹമ്മദ് അഫ്സൽ കാളമ്പാടി, മലപ്പുറം കിങ്, അഹമ്മദ് എജി, അൽ ഖുലൂദ്, ഹനീഫ്, അഷ്റഫ് കണ്ണൂർ, അമീർ ഇരിങ്ങല്ലൂർ, സുബൈർ മഹൂദ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. ശരിയായ ഉത്തരമായിക്കൊണ്ട് അല്ല എന്ന് അൽ ഖുലൂദ് എഴുതിയത് ഉത്തരം അല്ല, ശരിയല്ല. ശരിയായ ഉത്തരം ബഹുമാനപ്പെട്ട അൽബത്തൂല എഴുതിയത് തന്നെയാണ്. ശരിയാണ്, 100 കൂലി കിട്ടുമെന്നുള്ളതാണ്. വീണ്ടും ബ്ലൂവിന് പോയിന്റ് 8ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ബ്ലൂവിന്റെ ആരംഭം കേൾക്കുമ്പോൾ ഇവിടെ ജയിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലുണ്ട്. 8-10 എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, 8-10 എന്ന നിലയിലേക്കാണ്. അങ്ങനെ പറയുന്നത് ശരി തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അതിൽ വിഷമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പർട്ടിക്കുലർ ഫാമിലിക്കൊക്കെ മത്സരിക്കാം, നമ്മൾ ഇവിടുന്നല്ലല്ലോ, ഗൾഫിലുള്ളവർക്ക് മത്സരിക്കാം. ഊതിക്കെടുത്താൻ വേണ്ടി പല്ലി ശ്രമിച്ചു. അതുകൊണ്ട് ഇത് ഊതിപ്പോവുകയില്ല, അഥവാ കെട്ടുപോവുകയില്ല എങ്കിലും അതിനെ ബഹുമാനിച്ച്, ആ മഹാന്മാർകളെ ബഹുമാനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചത് കൊണ്ട് തന്നെ പല്ലിയെ അതിനെ കൊണ്ടുള്ളവർക്ക് കൂലി എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും ശരിയായ ഒരു ഉത്തരത്തിലൂടെ ബഹുമാനപ്പെട്ട പോയിന്റ് നേടുന്നത് അൽബത്തുലയാണ് ബ്ലൂവിന് വേണ്ടി. അടുത്തൊരു ചോദ്യം. എല്ലാ ആയത്തിലും അള്ളാഹു എന്നുള്ള സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. എല്ലാ ആയത്തിലും അള്ളാഹു എന്നുള്ള സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. മുജാദല എന്ന് പറയുന്നുണ്ട്. അഹമ്മദ് എജി, അഷ്റഫ് എം.എൽ. അഹദ് എന്ന് പറയുന്നത് മുജാദല എന്ന് അബ്ദുള്ള തൊട്ടക്കാട്, ഇഖ്ലാസ് എന്ന് അൽബത്തൂല, മുജാദല എന്ന് അമീർ സാഹിബും അഹമ്മദ് എജിയും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുജാദല എന്ന് അഹമ്മദ് എജി ആദ്യം എഴുതിയത് എന്നൊക്കെ ആയിട്ടുണ്ട്. എന്താ വായിക്കാതെന്ന് അറിയില്ല, ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ബ്ലൂ കാർഡ് സമ്മതിച്ചാൽ പോയിന്റ് കൊടുക്കും. കാരണം അല്ലെങ്കിൽ ഗ്രീനിന് തന്നെയാണ് ദുൽദുൽ എഴുതിയിട്ടുണ്ട്.
ഗ്രീനിന് തന്നെയാണ് പോയിന്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് ലഭിക്കുന്നത് 11ാമത്തെ പോയിന്റ് ലഭിക്കുന്നത് ഇപ്പോൾ ഗ്രീനിനാണ്. ഗ്രീനിന് ലഭിക്കുന്ന പോയിന്റ് 11, ബ്ലൂവിന് 8 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. 1000 ആയത്തോതിയ കൂലി ലഭിക്കുന്ന ഒരു ചെറിയ സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ്. 1000 ആയത്തോതിയ കൂലി ലഭിക്കുന്ന ഒരു ചെറിയ സൂറത്ത് ഉണ്ട്. ഏതാണ് സൂറത്ത് എന്നുള്ളത്? മലപ്പുറം കിങ് എന്ന് പറഞ്ഞ ഖലാസ്, അഷ്റഫ് കണ്ണൂർ പറയുന്നുണ്ട്, കൗസർ എന്ന്, ദുൽദുൽ തകാസുർ എന്ന് പറയുന്നുണ്ട്, അൽ ഖുലൂദ് ഇഖ്ലാസ് എന്ന് പറയുന്നുണ്ട്. ഏതാണ് 1000 ആയത്തിന്റെ കൂലി ലഭിക്കുന്നത് എന്ന്? മുത്തക്കാസർ എന്ന് അൽബത്തൂല, അഷ്റഫ് അഹമ്മദ് മുത്തക്കാസർ എന്ന് സുബൈർ ഹുദയും അമീർ ഇരിങ്ങല്ലൂർ ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം തക്കാസുർ എന്നുള്ളത്. ആദ്യമായി എഴുതിക്കൊണ്ട് 12ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് 12 പോയിന്റുകൾ നേടിക്കൊണ്ട് ഇപ്പോൾ ഗ്രീൻ മുന്നിട്ട് നിൽക്കുകയാണ്. ഇനിയും വിജയിക്കാനുള്ള അവസരം ബ്ലൂവിനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് കുരുമുളകാണ്. എന്നാൽ രാജ്ഞി ആരാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. ദുൽദുൽ ഏലക്കായ ഏലം എന്ന് അൽബത്തൂല, റയീസ് ഏലം എന്ന്, സാലിസാദ് ഏലക്ക എന്ന്, അമീർ സാഹിബ് ഏലം എന്ന് പല ഉത്തരങ്ങളും വരുന്നു. ശരിയായ ഉത്തരം ഏതാണ് എന്നാണ് നോക്കുന്നത്. ശരിയായ ഉത്തരം ഇതാ ടൈപ്പ് ചെയ്തു, അൽബത്തൂല ഏലം എന്ന്. പക്ഷെ ഏലക്കായ എന്ന് ആദ്യം ടൈപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ബ്ലൂവിന്റെ പ്രതീക്ഷകളുടെ ചിറകുകൾക്ക് കരിച്ചുകൊണ്ട് ഇതാ വീണ്ടും ദുൽദുലിന്റെ ശക്തമായ പോയിന്റ് ഏതായാലും 13-8 എന്ന നിലയിലേക്ക് പോവുകയാണ്. ഗ്രീൻ ഗൺ എന്ന് പറയുന്നുണ്ട്. ഗൺ ആയാലും പൊരുതി തോൽക്കുക എന്നുള്ള മാന്യമായ ഒരു തോൽവിക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. കാരണം 13-8 അഥവാ ഇപ്പോ 21 ചോദ്യങ്ങളിലായിട്ടില്ലേ? ഒരെണ്ണം മാസ്റ്റർ പോയില്ലേ? 22 ഒന്ന് മാസ്റ്റർ പോയി. അപ്പൊ ഇനി 4 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. 3 ചോദ്യങ്ങൾ അവശേഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ ജോലി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ ജോലി എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ ജോലി എന്തായിരുന്നു? ആട് മേക്കുക എന്ന് ഹനീഫ് പറയുന്നു. ദുൽദുൽ കച്ചവടമെന്ന്, അബ്ദുള്ള തൊട്ടക്കാട് കച്ചവടമെന്ന്, അഹമ്മദ് ഏജി കച്ചവടമെന്ന്, സാലിഹ് സാദ് മാർക്കറ്റ് എന്ന്, അൽ ഖുലൂദ്, സാലിഹ് ഒറ്റപ്പാല എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ നേർക്കുനേരെ ഏറ്റുമുട്ടിക്കൊണ്ട് നെഞ്ചത്തേക്ക് വെട്ടേറ്റുകൊണ്ട് മരിച്ചു വീഴുന്നതിന്റെ ഒരു ആഢ്യത്വമുണ്ട്. അതായത് പിന്തിരിഞ്ഞു ഓടുമ്പോൾ പുറത്തേക്ക് കെട്ടിയ വെട്ടേറ്റുകൊണ്ട് മരിച്ചു പോകുന്നതിന്റെ ദൈന്യതയുമുണ്ട്. ഇതിൽ നിന്നുള്ള നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ജയിക്കാനുള്ള തയ്യാറെടുപ്പുമായിക്കൊണ്ട് സാലി ഒറ്റപ്പാലം കച്ചവടമെന്ന് ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അൽ ഖുലൂദ് ബ്ലൂവിന് വേണ്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം ദുൽദുൽ ഗ്രീനിന് വേണ്ടി ടൈപ്പ് ചെയ്തുകൊണ്ട് അതൊക്കെ ഫലമില്ലാതായി പോയി. 14ാമത്തെ പോയിന്റും ഗ്രീന് ലഭിക്കുകയാണ്. 14 പോയിന്റുകളുമായിട്ട് ഇപ്പോൾ ഗ്രീൻ മുന്നിട്ട് നിൽക്കുന്നു. 2 ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഖന്തക്ക് കിടങ്ങ് എത്ര ദിവസം കൊണ്ടാണ് കുഴിച്ചത് എന്നുള്ളതാണ്. ഖന്തക്ക് കിടങ്ങ് എത്ര ദിവസം കൊണ്ടാണ് കുഴിച്ചത് എന്നുള്ളതാണ്. എത്ര ദിവസം കൊണ്ടാണ് ഖന്തക്ക് കിടങ്ങ് കുഴിച്ചത്? മരണപ്പാച്ചലിലൂടെ മത്സര രംഗത്തിറങ്ങിയിട്ടും വിജയത്തിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാതെ ഗ്രീനിന്റെ പോരാളികൾ ബ്ലൂവിനെ വീണ്ടും ഗാലറിയിലേക്ക് തിരിച്ചയക്കുന്ന രംഗമാണ് കാണുന്നത്. പക്ഷെ കളി കാണുമ്പോൾ ഒട്ടും ക്ഷീണമില്ലാതെ പരാജയപ്പെടുന്ന ടീമാണോ എന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള പോരാട്ടമാണ് അൽബുത്തുലയും അബ്ദുള്ള തൊട്ടക്കാട് അടങ്ങുന്ന ശക്തമായ ബ്ലൂ ടീം കാഴ്ചവെക്കുന്നത്. ഏതായാലും അടുത്ത ഒരു ചോദ്യം ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പുട്ടി ഹാജി ശരിയായ ഉത്തരം 7 എന്നുള്ളതാണ്. ദുൽദുലിന്റെ ഉത്തരം ശരിയാണ്. 7 ദിവസം എന്നുള്ള ഗ്രീന് വീണ്ടും പോയിന്റ് 15ാമത്തെ പോയിന്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 15 പോയിന്റുകൾ നേടി ബ്ലൂ. 8 പോയിന്റുകളുമായി ഗ്രീൻ 8 പോയിന്റുകളുമായി ബ്ലൂ ഉണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. മർഹൂം ബാപ്പുട്ടി ഹാജി നവറല്ലാഹു മർഖദു അവരുടെ ഖബറിടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. മർഹൂം ബാപ്പുട്ടി ഹാജിയുടെ നബറല്ലാഹു മർഖദ അവരുടെ ഖബറിടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം.
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദാറുൽ ഹുദ എന്ന് എഴുതിയിട്ടുണ്ട്. വ്യക്തമായ രീതിയിൽ എഴുതിയവർക്ക് പോയിന്റ് ലഭിക്കും. ദാറുൽ ഹുദ മസ്ജിദിന്റെ മുമ്പിൽ എന്നുള്ള അഹമ്മദ് ഏജിയുടെ ഉത്തരം ശരി തന്നെയാണ്. ദാറുൽ ഹുദയുടെ അതിമനോഹരമായ ആ മസ്ജിദിൽ അതിമനോഹരമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ മുത്തല്ലിമികൾ നിസ്കരിക്കുന്ന ആ പള്ളിയുടെ മുന്നിൽ വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാപ്പുട്ടി ഹാജി അവർ ജീവിതകാലത്ത് ചെയ്തു വെച്ച നന്മകൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ. നാളെ നമുക്കും അതുപോലെയുള്ള ഉന്നതമായ അന്ത്യവിശ്രമം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഏതായാലും 16ാമത്തെ പോയിന്റും നേടുന്നത് ഗ്രീൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? ദാറുൽ ഹുദ മസ്ജിദിന് മുന്നിൽ, അതെ, അഹമ്മദ് ഏജി. അങ്ങനെ 16 പോയിന്റുകൾ, ഇരട്ടിയിലധികം പോയിന്റുകളുമായിട്ട് വളരെ ശക്തമായ ഒരു വിജയമാണ് ഇപ്പോൾ ഗ്രീൻ നടത്തിയിട്ടുള്ളത്. ഏതായാലും ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ ഈ മത്സരത്തിന്റെ എല്ലാ ഉണർവുകളും ഉണ്ടാക്കിയ എല്ലാ പ്രവർത്തകർക്കും ഈ ശ്രോതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചോദിച്ചു ജാബിർ അൽ ഫത്താനി എന്നുള്ള ജ്യോതിശാസ്ത്രത്തിന്റെ രാജ്യമേത് എന്നുള്ള ചോദ്യത്തിന്റെ അത് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരം തുർക്കി എന്നുള്ളതാണ്. ശരിയായ ഉത്തരം നൗഫൽ ലക്കൽ എന്നുള്ള വ്യക്തിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരുപാട് പേര് ടൈപ്പ് ചെയ്തു. ആദ്യമായിട്ട് നൗഫൽ ലക്കൽ എന്നുള്ള വ്യക്തിയാണ് അത് ടൈപ്പ് ചെയ്തത്, തുർക്കി എന്ന്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. സമ്മാനമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇപ്രാവശ്യമില്ല, ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ ചെറിയ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യാമെന്നൊരു വ്യക്തി ഏറ്റിട്ടുണ്ട് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്. അങ്ങനെയുള്ളത് നാട്ടിലാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാവുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇപ്രാവശ്യമില്ല, നൗഫൽ ലക്കലാണ് അതിലെ വിജയി. അടുത്ത ദിവസത്തേക്കുള്ള റേഡിയോ ശ്രോതാക്കൾക്കുള്ള വാട്സപ്പ് ചോദ്യം ഞാൻ പറയുകയാണ്. ഓക്കെ, വ്യക്തമായ രീതിയിലുള്ള ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം CH ഹൈദ്രോസ് മുസ്ലിയാർ ജന്മം കൊണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ഉത്തരം, അത് റേഡിയോ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. CH ഹൈദ്രോസ് മുസ്ലിയാർ ജന്മം കൊണ്ടത് എവിടെയാണ് എന്നുള്ള ആ സ്ഥലപ്പേരാണ് ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരം ടൈപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9562577777 എന്നുള്ളതാണ്. 9526257777 9526257777 എന്നുള്ളതാണ്. ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുണു എന്നുള്ള സൗണ്ട് വരുന്നുണ്ട് ഫോണിൽ നിന്ന്. ഏതായാലും ശരിയായ ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും അതിൽ വന്നുപോയ എല്ലാ അപാകതകളും പുറത്ത് മാപ്പാക്കിക്കൊണ്ട് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇരുലോകം ഇസ്സത്തിലാക്കി തരട്ടെ. ഒരുപാട് പേർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ടും ഫോൺ വിളിച്ചുകൊണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഗഫൂർ റഹീമായ തമ്പുരാനെ, ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ, ഇതിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ, അല്ലാഹുവേ അതിന്റെ മഹ്ലായ പലരുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഞങ്ങൾ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാ മുഅ്മിനീകളും മുഅ്മിനാത്തുകളുടെയും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സന്തോഷത്തിന്റെ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. നാളെ ഞങ്ങളെ ഖബറുകളും നീ സന്തോഷത്തിന്റെ ഭവനങ്ങളാക്കി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവരോടുകൂടെ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർശിന്റെ തണൽ കിട്ടുന്ന കൂട്ടിൽ ഞങ്ങളെയും അവരെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹുവേ. സിറാത്തുൽ മുസ്തഖീം ഞങ്ങൾക്ക് എളുപ്പമാക്കി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മ തിന്മകൾ എഴുതുന്ന കിതാബിൽ നന്മകൾ മാത്രം അവശേഷിച്ചുകൊണ്ട് എല്ലാ തിന്മകളും നീ മാറ്റിമറിച്ചുകൊണ്ട് നന്മകളാക്കിക്കൊണ്ട് ഞങ്ങളെ വലം കയ്യിൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മഹ്ലായ ഫضل കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. ഉള്ള ജോലിയിൽ പ്രയാസമുള്ളവർ, നിയമപ്രശ്നങ്ങളുള്ളവരെല്ലാം ഉണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ വിഷമങ്ങളിൽ നീ മോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഓരോരുത്തർക്കും അനുയോജ്യമായ ഉപജീവന മാർഗങ്ങൾ ഞങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സ്വന്തമായി ഭവനങ്ങളില്ലാതെ വിഷമിക്കുന്ന
പ്രയാസിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ. ഒരുപാട് കാലം വിദേശത്തും സ്വദേശത്തും ഒക്കെ ജോലി ചെയ്തിട്ടും റബ്ബെ ഒരു തൊണ്ട് ഭൂമി പോലും വാങ്ങാൻ സാധിക്കാതെ, ഒരു വീട് വെക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹ് മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. അള്ളാഹു ഓരോരുത്തർക്കും അനുയോജ്യമായ റബ്ബെ ഭവനങ്ങൾ ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഓരോരുത്തർക്കും അനുയോജ്യമായ ഇണകളെയും തുണകളെയും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിനുള്ള തടസ്സങ്ങൾ എന്ത് തരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം നീ നീക്കി നൽകണേ തമ്പുരാനെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ നാഥാ, ഞങ്ങളിൽ ഒരുപാട് പേർ രോഗികളുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങളുടെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന്, ഞങ്ങൾക്കുള്ളിൽ എന്തൊക്കെ രോഗങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും വരാനിരിക്കുന്നതെന്നും റബ്ബെ ഞങ്ങൾക്കറിയില്ല. റബ്ബെ അള്ളാഹുവെ, രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കില്ല തമ്പുരാനെ, ശിക്ഷിക്കല്ല തമ്പുരാനെ. ഇരുലോകത്തും ഞങ്ങളെ ചീത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് റബ്ബെ ഇരുലോകത്ത് ഞങ്ങൾ നീ ശിക്ഷിക്കല്ല റബ്ബെ, പരീക്ഷിക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങളെ നിന്ദരാക്കപ്പെടുന്ന, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അശക്തരാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു രോഗം ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല തമ്പുരാനെ. അള്ളാഹുവെ, എന്തെങ്കിലും തരത്തിലുള്ള മാരക രോഗങ്ങൾക്ക് നീ നാമ്പ് നൽകുന്നുണ്ടെങ്കിൽ തമ്പുരാനെ, വിധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, ഞങ്ങൾ അറിയാതെ തന്നെ നീ അത് ശിഫയാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞ രോഗങ്ങൾ മാറാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നീ ദായിമാക്കി നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ദായിമാക്കി നൽകണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളെ ഹിദായത്താണ് റബ്ബെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല തമ്പുരാനെ, അതിന്റെ വിലറിയാത്ത ഞങ്ങളെ പ്രവർത്തനങ്ങൾ റബ്ബെ. അള്ളാഹു, നീ പൊറുക്കണേ തമ്പുരാനെ, നീ പൊറുക്കണേ തമ്പുരാനെ, നീ പൊറുക്കണേ തമ്പുരാനെ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ നാദാ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഗഫൂർ റഹീമായ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ലോകത്തും ഇസ്സത്തുള്ള മുഅ്മിനീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. ജീവിക്കുന്ന കാലം അത്രയും റബ്ബെ പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ്സും തമ്പുരാനെ. ഹിദായത്ത് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളുടെ നേതാവാക്കളാക്കി ജീവിപ്പിക്കണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളുടെ നേതാക്കളാക്കി ജീവിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്വാലിഹീങ്ങളെ മുഅ്മിനീങ്ങളെ കൂട്ടുകാരാക്കി നൽകണേ തമ്പുരാനെ. റബ്ബെ, ഞങ്ങളുടെ മരണസമയത്ത് റബ്ബെ സ്വാലിഹീങ്ങളുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് റബ്ബെ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണശേഷം ഞങ്ങൾ നീ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരു മഖ്ലൂക്കിന് ഞങ്ങളോട് വെറുപ്പ് നീ നൽകല്ല തമ്പുരാനെ. ഒരു മഖ്ലൂക്കിനോട് ഞങ്ങൾക്ക് വെറുപ്പ് നൽകല്ല തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ സ്നേഹിക്കുന്നതും ഞങ്ങൾ സ്നേഹിക്കുന്നതും ഒക്കെ ഈ ഇസ്ലാമിനും ദീനിനും അള്ളാഹുവിനും വേണ്ടിയിട്ട് തീർക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, റബ്ബുൽ ഇസ്സത്തായ നാദാ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ അതപുകേടുകളും നീ പുറത്തു മാപ്പാക്കി തന്നെ തമ്പുരാനെ. അള്ളാഹുവെ, റബ്ബെ, ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, മാതാപിതാക്കൾ, കുടുംബാദികൾക്ക് നീ ഖൈറും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഉപജീവിത മാർഗങ്ങളിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ബിസിനസ്സുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റബ്ബേ, ഇസ്സത്തായ ഭവനങ്ങൾ ഇരുലോകത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്സത്തായ വാഹനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്സത്തായ ഉപജീവന മാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാവിധ ശത്രുക്കളുടെ ഷറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ചതിയന്മാരുടെ ചതികളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പഠിക്കുന്ന മക്കൾ ഞങ്ങളെ കൂട്ടത്തിലും ഞങ്ങളതും മക്കളതുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ, അവർക്കെല്ലാം നല്ല ബുദ്ധിശക്തിയും തന്റെ ഇടവും നൽകുക തമ്പുരാനെ. അള്ളാഹുവെ, പഠിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഒന്നാം സ്ഥാനത്താക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പഠിക്കുന്ന ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത്, ഞങ്ങളെ മക്കളെയും നീ ഒന്നാം സ്ഥാനത്താക്കണേ തമ്പുരാനെ. എല്ലാ നല്ല അറിവുകളും അവർക്ക് ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ തമ്പുരാനെ. എല്ലാ ചീത്ത അറിവുകളും അവരെ തൊട്ടും ഞങ്ങളെ തൊട്ടും നീ മറച്ചു വെക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെയും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മക്കളെ കെട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നല്ല ആലോചനകളും നല്ല വഴികൾ നൽകിക്കൊണ്ട് അവർക്കൊക്കെ നീ അനുയോജ്യമായ വഴികൾ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.